നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ഉണ്ട്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. ഈ മിഡ് പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണണം. അങ്ങനെയാണെങ്കിൽ പ്ലസ് ക്യൂ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ പോയിന്റിൽ, ഇതുകൊണ്ട് ഈ പോയിന്റിൽ റേഡിയലി ഔട്ട്വേർഡ്. അപ്പം ഞാൻ അതിനെ ഈ പ്ലസ് എന്നെഴുതി, ഇതിന്ന് റേഡിയലി ഔട്ട്വേർഡ്. ഇനി നിങ്ങൾ ഇത് മറക്കുക, ഇതിവിടെ ഇല്ലാന്ന് കരുതുക. മൈനസ് ക്യൂവിൽ കാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ? റേഡിയലി ഇൻവേർഡ്. അപ്പോൾ ഇതാണ് ഈ മൈനസ്. ഇനി നിങ്ങൾ ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും, ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളും സെയിം ഡയറക്ഷനിലാണ്. അപ്പം നമ്മൾ നെറ്റ് കാണണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം Q/R² നോക്കാം. ഇത് Q ആണ്, ഇതും Q ആണ്. ബൈ ഇവിടേക്കുള്ള ദൂരം R/2² ആണ്, ഈക്വൽ ആണ്. ഇവർക്കുള്ള ദൂരവും R/2. അപ്പോൾ ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. സെയിം ആണെങ്കിൽ രണ്ടിനെയും E എന്ന് വിളിക്കാം. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ E- ഇക്വേഷൻ എഴുതുമ്പോൾ അതിൽ നിങ്ങൾ -Q/R² എന്ന് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് കാണിക്കുന്നത് അതിൻ്റെ ഡയറക്ഷനെയാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് E1 = E2 = E ആണ്. അത് രണ്ടിനെയും E വിളിക്കാം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ 2E = 2 × ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരാളുടെ ഇക്വേഷൻ എന്താ? 1/4πε0 × Q. Q ആണ് ചാർജ്, പക്ഷേ ഡിസ്റ്റൻസോ R/2². ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് വരും? 2ൻ്റെ സ്ക്വയർ 4 മുകളിൽ വന്നാൽ 4 × 2 8 × 1/4πε0 × Q/R². ഇതാണ് നമുക്ക് ആൻസറായിട്ട് വരിക. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നൾ പോയിന്റിനെ കുറിച്ചിട്ട് നോക്കാം. ഇതേ പ്രോബ്ലത്തിൽ വരുന്നതാണ് നൾ പോയിന്റ്. നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്താൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ടുള്ള പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നൾ പോയിന്റ് കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഇങ്ങനെ പഠിക്കണം. ഇപ്പോൾ ഇതൊരു +Q1 ആണ്, ഇതൊരു +Q2 ആണ്. ഇങ്ങനെ പോസിറ്റീവാണ്, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുക ഇതിനിടയിലാണ്. അതിൻ്റെ കാരണം ഇത് +Q1 ആണെങ്കിൽ ഈ രണ്ട് ചാർജുകൾക്കും പുറത്ത് ഞാനൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ +Q1 നിന്ന് റേഡിയലി ഔട്ട്വാർഡ് ഒരു ഇലക്ട്രിക് ഫീൽഡ് E1, +Q2 നിന്ന് വീണ്ടും റേഡിയലി ഔട്ട്വാർഡ് മറ്റൊരു ഇലക്ട്രിക് ഫീൽഡ്. ഇതൊരിക്കലും 0 ആവില്ല. അപ്പോൾ ഈ രണ്ട് ചാർജുകളുടെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്താവില്ല? 0 ആവില്ല. പിന്നെ സാധ്യത ഇവർക്കിടയിലാണ്. ഈ പോയിന്റിലാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ +Q1 നിന്ന് ഇങ്ങോട്ടും +Q2 നിന്ന് ഇങ്ങോട്ടും റേഡിയലി ഔട്ട്വേർഡ്. ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അത് = ഇതാണെങ്കിൽ 0 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതൊരു നൾ പോയിന്റ് ആണെങ്കിൽ E1 = എന്താവണം? E2 ആവണം. E1 = E2 എന്ന് പറഞ്ഞാൽ E1ൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 × Q1 ഈ ഡിസ്റ്റൻസിനെ R1 എന്ന് വിളിച്ചു, ഈ ഡിസ്റ്റൻസിനെ R2 എന്ന് വിളിച്ചാൽ
Q1 by R1 square equal to 1 by 4 pi epsilon 0 into Q2 by R2 square. ഇതിൽ 1 by 4 pi epsilon 0 കട്ട് ചെയ്ത് പോയാൽ ബാക്കി കിട്ടുക Q1 by R1 square equal to Q2 by R2 square ആണ്. നോക്കും. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ കിട്ടിയത് ഇതാണ്. അപ്പോൾ നൾ പോയിന്റ് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ Q1 by R1 square equal to Q2 by R2 square. ആ നൾ പോയിന്റ് ഇവർക്ക് ഇടയിലുമാണ് വരിക. ആ പോയിന്റ് മനസ്സിലാക്കണം. ഇനി പക്ഷേ ഇത് നെഗറ്റീവ് ആണെങ്കിൽ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അപ്പോഴും ഇതേപോലെ തന്നെ പുറത്ത് വരില്ല, അകത്തേ വരുള്ളൂ നൾ പോയിന്റ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് മാറും, റേഡിയലി ഇൻവേർഡ് ആണ്. ഇങ്ങനെയാ വരിക. ഇപ്പോഴും ക്യാൻസൽ ചെയ്യാം, E1 ഈക്വൽ ടു E2. അങ്ങനെ വീണ്ടും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതന്നെ ആൻസർ വരും. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ആൻസർ വരുന്നത് ഇതിനകത്തായിരിക്കും. അകത്ത് നമ്മൾ ആ R1ഉം R2ഉം കിട്ടണമെങ്കിൽ Q1 by R1 square equal to Q2 by R2 square. ഇനി വരുന്ന മാറ്റം, ഒന്ന് പോസിറ്റീവ് ആണ് മറ്റൊന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഒരു ചാർജ് ഇതാണ് പ്ലസ് Q1 എന്ന് കരുതുക, ഇതാണ് മൈനസ് Q1. ഞാനൊരു എക്സാമ്പിളിന് ഇങ്ങനെ പറയുകയാണ്. നോക്കൂ, ഇത് ഒരു 3 ആണ്, ഇതൊരു 8 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് മൈനസ് ആണ്. പക്ഷെ മൈനസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഏറ്റവും ചെറുതേതാ? 3 ആണ്. ആ 3യുടെ ഈ സൈഡിൽ ഇവിടെ നൾ പോയിന്റ് കിട്ടുള്ളൂ. നമുക്കൊന്ന് നോക്കാം. പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് റേഡിയലി ഔട്ട്വേർഡ്, മൈനസ് ആയതുകൊണ്ട് ഇത് Q2 എന്നിടാം, മൈനസ് ആയതുകൊണ്ട് റേഡിയലി ഇൻവേർഡ്. കണ്ടോ, ഇപ്പോഴാണ് ഓപ്പോസിറ്റ് വരുന്നത്. ആ ഓപ്പോസിറ്റ് വരുന്നത് തന്നെ ഇതിനെ ക്യാൻസൽ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവണമെങ്കിൽ ആ ഏറ്റവും ചെറുതിൻ്റെ അടുത്താണ് E1 വരേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ, ചെറുതിൻ്റെ അടുത്താണ് നമുക്ക് നൾ പോയിന്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് നൾ പോയിന്റിൽ ആ ഡിസ്റ്റൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഇതാണ് നൾ പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ ആ Q1ൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം R1ഉം Q2ൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം R2ഉം ആണെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ? E1 ഈക്വൽ ടു എന്താവണം? E2 ആവണം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരത്തെ ചെയ്ത പോലെ Q1 by R1 square ഈക്വൽ ടു Q2 by R2 square എന്ന് കിട്ടും. അവിടെ നിങ്ങൾ നെഗറ്റീവ് കൊടുക്കരുത് കേട്ടോ, ചാർജിന് നെഗറ്റീവ് കൊടുക്കരുത്. നെഗറ്റീവ് കാണിക്കുന്നത് ആ ഡയറക്ഷനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ പിക്ചർ വരക്കാനാണ് അറിയേണ്ടത്. ആദ്യം പ്ലസ് Q1 വന്ന് ഇവിടെ പ്ലസ് Q2 വന്നാൽ നൾ പോയിന്റ് ഇതിന് ഇടയിലാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാ? R1. ഈ ഡിസ്റ്റൻസോ R2. എന്താണ് ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുക? Q1 by R1 square equal to Q2 by R2 square. അടുത്തത് രണ്ടും മൈനസ് ആണെങ്കിൽ മൈനസ് Q1 മൈനസ് Q2, വീണ്ടും നൾ പോയിന്റ് ഇതിനിടയിലാണ് വരിക. ഈ ഡിസ്റ്റൻസ് R1, ഈ ഡിസ്റ്റൻസ് R2. ഇത് കണ്ടുപിടിക്കാൻ Q1 by R1 square equal to Q2 by R2 square. അടുത്തത് ഒന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവും വന്നാൽ പ്ലസ് Q1, ഇത് മൈനസ് Q2. ഇതിൽ Q2ൻ്റെ വാല്യൂ ആണ് കുറവെങ്കിൽ അതിനടുത്ത് ഈ ഡിസ്റ്റൻസ് എത്രയാ? R1. ഈ ഡിസ്റ്റൻസ് എത്രയാ? R2. അങ്ങനെയാണെങ്കിൽ വീണ്ടും Q1 by R1 square equal to Q2 by R2 square. ഇതാണ് നൾ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യണ ഒരു മെത്തേഡ് ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ കാണിച്ചു തരാം കേട്ടോ.
ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു +9 കൂളംബും ഒരു +4 കൂളംബും 2 മീറ്റർ അകലെ വെച്ചിട്ടുണ്ടെങ്കിൽ നൾ പോയിന്റ് കാണണം. ആ നൾ പോയിന്റ് കാണുമ്പോൾ ഞാൻ അസ്യൂം ചെയ്തു ഇതാണ് നൾ പോയിന്റ്. ഇവിടെ നിന്നുള്ള ദൂരം എക്സും ആണെങ്കിൽ ഈ ദൂരം എത്രയാവും? 2 - x ആണ്. പോസിറ്റീവ് ആണല്ലോ രണ്ടും, അപ്പോൾ ഇൻ ബിറ്റ്വീനേ വരുള്ളൂ. എന്താ നമ്മളെ ഇക്വേഷൻ? 9/x² = 4/2 - x². രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം റൂട്ട് എടുക്കണം. റൂട്ട് എടുത്താൽ ഇവിടെ ആരാ വരിക? 3 ഇവിടെയോ x = ഇവിടെ റൂട്ട് എടുത്താൽ 2 / 2 - x. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകരുത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 6 - 3x = 2x എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ 6 = 5x എന്നും x = 6/5 മീറ്റർ എന്നും കിട്ടും. അപ്പോൾ 6/5 മീറ്റർ ഫ്രം 9 കൂളംബാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്ക് ഇലക്ട്രിക് ഡൈപോൾ ആണ്. എന്താണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചാൽ, നമ്മൾ HCl കണ്ടിട്ടുണ്ടല്ലോ. ആ HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+ പിന്നെ Cl- ആണ്. അതേപോലെ NaCl Na+ പിന്നെ Cl-. H2SO4 നമുക്ക് പറയാമാണെങ്കിൽ H2 എന്ന് പറയുമ്പോൾ ഇവിടെ 2+ വരുന്നുണ്ട്, പിന്നെ SO4 2-. ഇതൊക്കെ ഇലക്ട്രിക് ഡൈപോളുകളാണ്. ആരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചാൽ, 2 equivalent opposite charges separated by a small distance is known as electric dipole. അപ്പോൾ +q - q ഇവർക്കിടയിൽ ഒരു ചെറിയ ദൂരമുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ആ ഡിസ്റ്റൻസ് 2a എന്നാണ് എടുക്കുക. അതെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ ആരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചാൽ, 2 equivalent opposite charges separated by a small distance +q - q ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 2a. ഈ ഇലക്ട്രിക് ഡൈപോളുകൾ ഒരുപാട് തവണ നമ്മൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണിത് നമ്മൾ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാൻ കാരണം. ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് പഠിക്കുമ്പോൾ വരുന്ന മറ്റൊരു ടേമാണ് ഡൈപോൾ മൊമെന്റ്. കെമിസ്ട്രിയിൽ നമ്മൾ കേട്ടതാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ സിമ്പലാണ് P. ആരാണ് ഡൈപോൾ മൊമെന്റ് എന്ന് ചോദിച്ചാൽ, ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ 1 of the charge into distance between them, product of 1 of the charge and distance between them. ഇതിനെയാണ് നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കുക. അപ്പോൾ 1 of the charge എന്ന് പറയുന്നത് q ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 2a ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു ഡെഫിനിഷൻ പറയാൻ വേണമെങ്കിൽ, ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് 1 of the charge ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അങ്ങനെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തീർക്കാം. അപ്പോൾ ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് q × 2a. അങ്ങനെയാണെങ്കിൽ ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ് വരിക q × 2a. q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, അപ്പോൾ കൂളം. ഡിസ്റ്റൻസിൻ്റെത് മീറ്ററുമാണ്. അപ്പോൾ കൂളം മീറ്റർ ആണ് ഡൈപോൾ മൊമെന്റിന്റെ SI യൂണിറ്റ്. പണ്ട് നമ്മൾ ഡൈപോൾ മൊമെന്റ് കെമിസ്ട്രിയിൽ കേൾക്കുന്ന സമയത്ത് ഡിബെ എന്നുള്ള ഒരു യൂണിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതല്ല, SI യൂണിറ്റ് വരുന്നത് കൂളം മീറ്റർ ആണ്. ഡയമെൻഷണൽ ഫോർമുല
ഡയമെൻഷണൽ ഫോർമുല വരിക ചാർജിൻ്റെത് AT ആണ്, ഡിസ്റ്റൻസിൻ്റെത് L ആവുമ്പോൾ ഡയമെൻഷന് ATL എന്നാണ് ഡയമെൻഷണൽ ഫോർമുല വരിക. പക്ഷേ ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ആള് നമ്മൾ പലപ്പോഴും പല സ്ട്രക്ചറുകളൊക്കെ വരക്കുന്ന സമയത്ത് ഡൈപോൾ മൊമെൻറ്റിന് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡൈപോൾ മൊമെൻ്റ് വെക്ടർ ആണോ സ്കേലാർ ആണോ എന്ന് ചോദിച്ചാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വേണം? ഡയറക്ഷൻ വേണം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതോടുകൂടെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വന്നത്. അപ്പോൾ ഇതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് വരുന്നത്. ഒരു ഡൈപോൾ മൊമെൻറ്റിൻ്റെ രണ്ട് ലൈനുകൾ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ചാർജുകൾ ഈ പ്ലസും ഈ മൈനസും ആണെങ്കിൽ ആ ചാർജിലൂടെ കടന്നു പോകുന്ന ഈ ലൈനിനെ നമ്മൾ വിളിക്കും ആക്സിയൽ ലൈൻ എന്ന്. അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ വിളിക്കും ഇക്വറ്റോറിയൽ ലൈൻ എന്ന്. അപ്പോൾ ചാർജിലൂടെ കടന്നു പോകുന്ന ഇവൻ ആക്സിയൽ ലൈനും അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇക്വറ്റോറിയൽ ലൈനുമാണ്. നമ്മൾ പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വന്നത് 1/4πε0 × Q/r² എന്നാണ്. ഇനി നമുക്ക് ഒരു ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നോക്കണം. ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണുന്നത് രണ്ട് പോയിന്റുകളിലാണ്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഈ ആക്സിയൽ ആണ്. എന്താണ് ഈ ആക്സിയൽ എന്ന് ചോദിച്ചാൽ, ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടാൽ അതിനെയാണ് നമ്മൾ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ ആക്സിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് -Q, ഇതാണ് +Q എന്ന് പറയുന്ന ചാർജുകളെങ്കിൽ ഈ ടോപ്പിക് പറയുന്നതിന് മുമ്പ് നമ്മൾ കണ്ട ഒരു ഡെറിവേഷൻ പബ്ലിക് എക്സാമിന് നോക്കേണ്ടതാണ്. അത് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ആയിരുന്നു. ഇത് മറ്റൊരു ഡെറിവേഷൻ ആണ്. നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയേറിയ ഒരു ഭാഗമാണ് ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളെ കൺസിഡർ ചെയ്തു. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2a എന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതും കൺസിഡർ two equal and opposite charges separated by a distance 2a. എന്നിട്ട് നമ്മൾ പിക്ചർ വരക്കും. പിക്ചറിൽ ഈ ലൈനാണ് ആക്സിയൽ ലൈന് വരിക. ആക്സിയൽ ലൈനിൽ ഞാനൊരു പോയിന്റ് സെലക്ട് ചെയ്തു. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കാണണം. ആ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ഇനി ഞാൻ എടുക്കുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഡൈപോളിന്റെ സെന്റർ, ആ ഡൈപോളിന്റെ സെന്ററിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. ഇനി ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് a ആണ്. അപ്പോൾ +Qയിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം r -a ആയിരിക്കും. അതേപോലെ -Qവിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്ന പോയിന്റിലേക്കുള്ള ദൂരം r + a ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡുകൾ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് +Q കൊണ്ടുവരുന്നത് റേഡിയലി ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. ഇതാണ് ഈ
പ്ലസിൻ്റെ ഡയറക്ഷൻ വരുന്നത്. മൈനസ് കൊണ്ടാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് റേഡിയലി ഇൻവേർഡാണ്. അപ്പോൾ അതിന് ഞാൻ ഇ മൈനസ് എന്നും കൊടുത്തു. അപ്പോൾ ആ പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട്? 2 എണ്ണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് രണ്ടും മൈനസ് ചെയ്താൽ മതി. ഇതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പോയിന്റ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പോസിറ്റീവ് ചാർജിനോട് അടുത്തായതുകൊണ്ട് ഇ പ്ലസ് ഗ്രേറ്റർ ദാൻ ഇ മൈനസ് ആയിരിക്കും. എന്താ കാരണം? പോസിറ്റീവ് ചാർജിൽ നിന്നും ഏറ്റവും അടുത്താണ്. ഡിസ്റ്റൻസ് കുറയും തോറും ഇലക്ട്രിക് ഫീൽഡ് കൂടും. അങ്ങനെയാണെങ്കിൽ വലുത് മൈനസ് ചെറുതാണ് നെറ്റ് കിട്ടാൻ കൊടുക്കേണ്ടത്. ഈ ഇ പ്ലസ് എന്ന വലിയവനിൽ നിന്ന് ഈ ചെറിയവനെ കുറച്ചാൽ ഇങ്ങോട്ടാണ് നെറ്റ് കിട്ടുക. ആ നെറ്റ് റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഈ ആക്സിയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആക്സിയൽ ഈക്വൽ ടു വലുത് മൈനസ് ചെറുത് ഇ പ്ലസ് മൈനസ് ഇ മൈനസ് ആണ്. ഈക്വൽ ടു പ്ലസ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നോക്കുമ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് വരുന്നത്, ആർ മൈനസ് എ. പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. 1/4 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. അപ്പോൾ പ്ലസ് ക്യൂ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ പ്ലസ് എഴുതി, മൈനസ് ഇ മൈനസ് വേണം. ഇ മൈനസിന്റെ ഇക്വേഷൻ 1/4 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ മൈനസ് ക്യൂവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ പ്ലസ് എ ആണ്. അപ്പോൾ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ് വരിക. ഇവിടെ ഈ ക്യൂവിന് മൈനസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, മൈനസ് കാണിക്കുന്നത് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ കോമൺ ആയിട്ട് 1/4 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ എന്ന് കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി വരുന്നത് 1/r മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് 1/r പ്ലസ് എ ഹോൾ സ്ക്വയർ ആണ്. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ വരുന്ന ആള് ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ മൈനസ് ആർ മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ab കിട്ടുക. അപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മുകളിൽ വരുന്നത്, ആദ്യം പുറത്തുള്ള ആളുകൾ എഴുതിയാൽ 1/4 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ, മുകളിൽ 4ab എന്ന് പറഞ്ഞാൽ ഇവിടെ 4ra ഡിവൈഡഡ് ബൈ ആർ മൈനസ് എ ഇൻറ്റു ആർ പ്ലസ് എ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, പിന്നെ ഒരു സ്ക്വയറും കൂടെ വരും. അപ്പോൾ നമുക്കതിനെ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ ഇവിടെയുള്ള ക്യൂ ഉണ്ടല്ലോ, ആ ക്യൂവും ഇതിൽ നിന്നൊരു 2aയും എടുത്താൽ, ക്യൂ വേണം പിന്നെ ഒരു 2aയും എടുത്താൽ ക്യൂ ഇൻറ്റു 2a ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ ഇവിടെ ബാക്കി വരെ പിന്നെ ഒരു 2r ആണ്. അപ്പൊ നമ്മൾ ആ ഇക്വേഷനിൽ ക്യൂ ഇൻറ്റു ഒരു എ ഇവിടുന്നും ഒരു 2 ഇവിടുന്നും എടുത്താൽ പി ആവും. അപ്പോൾ 1/4 എപ്സിലോൺ 0 ഇൻറ്റു പിന്നെ ഒരു 2r ബാക്കി വന്നത് 2pr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കണം. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്നിങ്ങോട്ട് മാറ്റി എഴുതുന്നുണ്ട്, നമ്മൾ നോക്കാം. ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. നമുക്ക് കിട്ടിയ ഈ ആക്സിയലിൻ്റെ അവസാനത്തെ ഇക്വേഷൻ ഇതായിരുന്നു. ഈ ആക്സിയൽ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 ഇൻറ്റു 2pr ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇതാണ് ആക്സിയലിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഇക്വേഷൻ. ഇനി
നമ്മൾ ഇതൊരു ഷോർട്ട് ഡൈപോൾ ആണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും. എന്താണ് ഈ ഷോർട്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു ഭാഷയിൽ പറയാം, ആറ്, നമ്മൾ എവിടുന്ന് ആറ് എടുത്തത് ഡൈപോളിന്റെ സെന്റർ എന്നാണ്. ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ, എനെ സംബന്ധിച്ചിടത്തോളം ആറ് വളരെ വലുതാവുമ്പോൾ ഈ എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ആർ റേസ്ഡ് 4 വരും, മുകളിൽ 6 കൊണ്ട് കട്ട് ചെയ്ത് പോയാൽ ഈ ആക്സിയലിൻ്റെ മറ്റൊരു ഇക്വേഷൻ കിട്ടും. 1/4πε0 ഇൻറ്റു 2p/r³. ഇതാണ് ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ വരിക. ഇപ്പം നമ്മൾ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ പഠിച്ചു. 1/4πε0 ഇൻറ്റു 2p/r³. ആരാണ് പി? പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്. പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടതാണ്. 1/4πε0 ഇൻറ്റു q/r² ആയിരുന്നു അവിടെ വന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇക്വറ്റോറിയൽ ഇത് ഡിറൈവ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം എന്ത് എഴുതും? കൺസിഡർ എ two equal and opposite charges separated by a small distance to a. എന്നിട്ട് നമ്മൾ പിക്ചർ വരക്കണം. അപ്പോൾ -q ഉണ്ട്, അതേപോലെ +q ഉണ്ട്. ഇവർക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനാണ് ആര്? ഇക്വറ്റോറിയൽ ലൈന് വരുന്നത്. ആ ലൈനിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ സെന്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈന് സെന്ററിന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് ആര്? ആർ. അത് ആണെങ്കിൽ ഈ +qയിൽ നിന്ന് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. -q ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റേഡിയലി ഇൻവേർഡുമാണ്. പക്ഷേ ഇവിടെ ഈ പോയിന്റിലേക്ക് ഇവിടുന്ന് ഇങ്ങനെയുള്ള ദൂരവും ഈ -qയിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരവും സെയിം ആണ്. അപ്പൊ q/r² സെയിം ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഇ എന്ന് വിളിച്ചാൽ ഇതിനെയും എന്ത് വിളിക്കാം? ഇ എന്ന് വിളിക്കാം. അപ്പൊ ഇത് ശരിക്കും ഇ പ്ലസ് ആണ്, അല്ലെങ്കിൽ ഇത് ഇ മൈനസ് ആണ്. പക്ഷെ അത് രണ്ടും സെയിമാ. ഇനി ഈ പോയിന്റ് ചാർജിൽ നിന്നും ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. ഇത് ആറും ഇതിൻ്റെ പകുതി എയും ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും √r² + a² ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്താൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് കാണുമ്പോൾ ഇങ്ങോട്ടാണ് റിസൾട്ടൻ്റ് വരിക, ഈ ഡയറക്ഷനിൽ. ആ റിസൾട്ടൻ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഇക്വറ്റോറിയൽ. ഈ താഴെ നൽകിയിട്ടുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാ? തീറ്റ. ഈ ആംഗിൾ എത്രയാ? തീറ്റ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈയുടെ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടെടുത്താൽ അത് ഈ കോസ് തീറ്റയാവും. അതേപോലെ ഈ ഈയുടെ കമ്പോണന്റ് ഇങ്ങോട്ട് എടുത്താൽ ഈ കോസ് തീറ്റ വീണ്ടും വരും. അപ്പം എത്രയാവും? 2e കോസ് തീറ്റ. ഈ ഈയുടെ ഇങ്ങോട്ടുള്ള കമ്പോണന്റിന് പകരം ഇങ്ങോട്ടൊരു കമ്പോണന്റും കൂടെ ഉണ്ടാവും. അതാണ് ഈ സൈൻ തീറ്റ. അതേപോലെ ഈ ഈയുടെ താഴോട്ടും ഒരു ഈ സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ആര് ക്യാൻസൽ ചെയ്ത് പോവും? ഈ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന റിസൾട്ടൻ്റ് ഇതാണ്, അത് 2e കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് ആ 2e കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് എഴുതാം, കണ്ടുപിടിച്ച ആ റിസൾട്ടൻ്റ് ഈ ഇക്വറ്റോറിയലാണ്. ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു 2e കോസ് തീറ്റ എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 2 ×
ഈ എത്രയാണെന്ന് എഴുതണം. ഇ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡാണ്. പ്ലസ് ക്യൂ കൊണ്ട് ഇവിടെ എത്രയാ? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാ. ഈ ഡിസ്റ്റൻസ് ഇതാ, ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇൻറ്റു കോസ് തീറ്റ. ഈ പിക്ചറിന് നമ്മൾ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസൻറ്റ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് ഇവനാണ്. അപ്പോൾ എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതിന് പവർ 1/2 എന്ന് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു ക്യൂ ഇൻറ്റു എ ആരാ? പി ആണ്. അപ്പോൾ 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ്ഡ്. ഇതിൻ്റെ പവർ 1 + 1/2 കൂട്ടിക്കഴിഞ്ഞാൽ 3/2 എന്ന് കിട്ടും. ഇതാണ് ഈ ഇക്വറ്റോറിയലിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ ഇക്വേഷൻസ് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടണം. അത് കിട്ടാൻ അത് ഓരോന്നായിട്ട് തന്നെ പഠിക്കണം. നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. ആദ്യം ഈ ആക്സിയലിൻ്റെ ഇക്വേഷനാണ്. ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ വന്നത് 1/4πε0 ഇൻറ്റു 2πr ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. അടുത്തത് ഇത് തന്നെ ഇഫ് ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം. അപ്പം എന്താ ഈ ആക്സിയലിൻ്റെ ഇക്വേഷൻ കിട്ടിയത്? ഈ ആക്സിയൽ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു 2p/r³ ആണ്. ഇനി നമുക്ക് ഇതിൽ വന്നത് ഈ ഇക്വറ്റോറിയൽ ആണ്. ഈ ഇക്വറ്റോറിയലിൻ്റെ ഇക്വേഷൻ വന്നത് 1/4πε0 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ റേസ്ഡ് 3/2. ഇതിലും ഇഫ് ആർ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ആർ സ്ക്വയർ റേസ്ഡ് 3/2 എന്ന് പറഞ്ഞാൽ r³ വരിക. അപ്പോൾ ഈ ഇക്വറ്റോറിയലിൻ്റെ മറ്റൊരു ഇക്വേഷൻ കിട്ടും. 1/4πε0 ഇൻറ്റു p/r³ ആണ്. അപ്പോൾ നമ്മൾ 4 ഇക്വേഷൻ കണ്ടു ഇവിടെ. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ഈക്വൽ ടു നമുക്ക് കിട്ടാൻ പോകുന്നത് 2 എന്നാണ്. ഈ ആക്സിയൽ ബൈ ഈ ഇക്വറ്റോറിയൽ ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 2. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുന്നത്. ഇതിൽ ഡയറക്ഷൻസ് ചോദിക്കും ചിലപ്പോൾ. ഈ ആക്സിയലിൻ്റെയും ഈ ഇക്വറ്റോറിയലിൻ്റെയും ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കൂ. ഇതാണ് -q, ഇതാണ് +q എങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിയൽ ലൈനിലെ പോയിന്റ് എങ്കിൽ ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഈ ആക്സിയൽ കിട്ടിയത്. അതേപോലെ ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് ഈ ഇക്വറ്റോറിയൽ കിട്ടിയത്. ഇത് രണ്ടും നോക്കൂ, ഓപ്പോസിറ്റാണ്. അത് നമ്മൾ ഈ പി വെച്ചിട്ട് പറയാം. പിന്റെ അതേ ഡയറക്ഷനിൽ ആരാ? ഈ ആക്സിയൽ. പിക്ക് ഓപ്പോസിറ്റ് ആരാ? ഈ ഇക്വറ്റോറിയൽ. അപ്പോൾ നമ്മൾക്ക് പറയാം ഈ ആക്സിയൽ ഈസ് പാരലൽ ടു പി. അതേപോലെ ഈ ഇക്വറ്റോറിയൽ ഈസ് ആന്റി പാരലൽ ടു പി. ഇതാണ് നമുക്ക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡുകൾ വരിക. ഇനി നമുക്ക് ഡൈപോളിന്റെ തന്നെ മറ്റൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളത് ടോർക്കിനെ കുറിച്ചാണ്.
ആ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇലക്ട്രിക് ഡൈപോൾ ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ആൻസർ അങ്ങോട്ട് പറയാം. അത് ആൻസർ പറഞ്ഞിട്ട്, കാരണം നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതായിരിക്കും അവസാനം വേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആൻസർ പറയുകയാണ്. ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഒരു ഡൈപോളിനെ വെച്ചതെങ്കിൽ ഡൈപോൾ എക്സ്പീരിയൻസസ് ഒന്ന്, നോ ഫോഴ്സ്, അതിന് ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷേ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിനനുഭവപ്പെടുക? ഫോഴ്സ് ഉണ്ടോ? ഇല്ല. നെറ്റ് ഫോഴ്സ് 0 ആണ്. പക്ഷേ എന്തുണ്ട്? ടോർക്കുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഇൻ എ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിന് ഫോഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ടോർക്കും ഉണ്ടാവും. ഫോഴ്സും അനുഭവപ്പെടും, അതേപോലെ ടോർക്കും ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഫോഴ്സ് ഇല്ല, ടോർക്ക് ഉണ്ട്. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ ഫോഴ്സുമുണ്ട്, ടോർക്കുമുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു ചോദ്യം ഉണ്ടാവും, ഇതിന് എന്ത് മോഷനാണ് ഉണ്ടാവുക? ഇതിന് ഫോഴ്സ് ഇല്ലെങ്കിൽ നോ ട്രാൻസ്ലേഷണൽ മോഷൻ, അത് നീങ്ങൂല. ട്രാൻസ്ലേഷണൽ മോഷൻ ഇല്ല. ടോർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അപ്പൊ നോൺ യൂണിഫോം ആണെങ്കിലോ ട്രാൻസ്ലേഷണൽ മോഷനുമുണ്ട്, റൊട്ടേഷണൽ മോഷനുമുണ്ട്. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ് സംഭവിക്കുക, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എന്താണ് സംഭവിക്കുക, ഫോഴ്സ് ഉണ്ടോ, ടോർക്ക് ഉണ്ടോ, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടോ, റൊട്ടേഷണൽ മോഷൻ ഉണ്ടോ, ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്കിത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. ഒരു ഡൈപോളിനെ നമ്മൾ എടുത്തിട്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് വെച്ചതെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ സ്ട്രൈറ്റ് ലൈൻസ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ഡൈപോളിനെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു പ്ലസ് ചാർജും ഉണ്ട്, മൈനസ് ചാർജും ഉണ്ട്. ആ പ്ലസ് ചാർജിലും മൈനസ് ചാർജിലും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ്. ക്യൂ എന്ന ചാർജിന് ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാ? ക്യു ഇ. ഇത് നമ്മൾ മുമ്പ് കണ്ടതാണ്. നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ്, അതും ആരാ? ക്യു ഇ. ഈ ഫോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് രണ്ടും ഈക്വലാണ്, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വലാണ്. കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ എല്ലായിടത്തും ഒരേ ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, അങ്ങോട്ടൊരു ഫോഴ്സും ഇങ്ങോട്ടൊരു ഫോഴ്സും, അപ്പം നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു എത്രയാ? 0. പക്ഷേ ഈ ലൈനുകളുണ്ടല്ലോ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈന്, ആ ലൈനും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനും ഒരേ ലൈനുകളല്ല. ആ ലൈൻ ഓഫ് ഫോഴ്സുകൾ സെയിം ആയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം, ഇത് തിരിയും, കറങ്ങും. അപ്പോൾ കറങ്ങും
എന്ന് പറഞ്ഞാൽ അതിനൊരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടോർക്ക് കാണാൻ പോവാണ്. പക്ഷെ ഇവിടെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. ആരാണ് ഈ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്? അതിനെയാണ് നമ്മൾ പണ്ട് റൊട്ടേഷനിൽ കപ്പിൾ എന്ന് കേട്ടത്. എങ്ങനെയാണ് കപ്പിളിൻ്റെ ടോർക്ക് കാണുക? കപ്പിളിൻ്റെ ടോർക്ക് കാണുന്നത് 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇങ്ങനെയാണ് കപ്പിളിൻ്റെ ടോർക്ക് കാണുക. അപ്പോൾ ടോർക്ക് ഈക്വൽ ടു 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഫോഴ്സുകളിൽ ഒരു ഫോഴ്സ് ആരാ? QE ആണ്. അതെഴുതി. ഇനി എന്ത് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അത് പ്രശ്നമാണ്. ഈ 2 ലൈൻ ഓഫ് ഫോഴ്സ് ഉണ്ടല്ലോ, ആ 2 ലൈൻ ഓഫ് ഫോഴ്സുകൾക്കിടയിൽ വരുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക. ഈ ഡൈപോളിൻ്റെ ഈ ദൂരം 2a ആണെന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ, ഇത് 2 ആണെങ്കിൽ 2a ആണെങ്കിൽ ഇത് 2a കോസ് തീറ്റ, ഇത് 2a സൈൻ തീറ്റ. അപ്പോൾ ആരാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക? 2a സൈൻ തീറ്റ. അപ്പോൾ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2a സൈൻ തീറ്റ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ Q ഇൻറ്റു 2a ആരാ? P ആണ്. അപ്പോൾ PE സൈൻ തീറ്റ. ആരാ P എന്ന് പറഞ്ഞാൽ? ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇതിവിടെ സൈൻ തീറ്റ ആണെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ആയിരിക്കോ ഡോട്ട് പ്രൊഡക്റ്റ് ആവുമോ? ക്രോസ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ P ക്രോസ് E എന്ന് എഴുതാം. ഇതാണ് ഒരു ഡൈപോളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഇക്വേഷൻ വരുന്നത്. P ക്രോസ് E. ഇനി ആരായിരുന്നു ആ തീറ്റ എന്ന് നോക്കാം നമ്മൾക്ക്. ഇതാരാ? ഇലക്ട്രിക് ഫീൽഡാണ്. ഇത് വരുന്നത് ഡൈപോൾ മൊമെൻ്റാണ്. ഡൈപോൾ മൊമെൻറ്റിനും ഇലക്ട്രിക് ഫീൽഡിനും ഇടയിലുള്ള ആംഗിളാണ് ആര്? തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ടോർക്കിൻ്റെ ഇക്വേഷനാണ്. ടോർക്കിൻ്റെ ഇക്വേഷൻ വന്നത് P ക്രോസ് E ഈക്വൽ ടു എന്ത് എഴുതാം? PE സൈൻ തീറ്റ. ആരാ തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ P ആൻഡ് E. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോർക്കിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ വെക്കുകയാണ് നമ്മൾ. ആ ഡൈപോളിനെ ആദ്യം ഞാൻ വെച്ചത് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്. ഇങ്ങനെ വെക്കുന്ന ഈ കേസിൽ ഇതാണ് P വരിക, ഇതാണ് E വരിക. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ തീറ്റ ഈക്വൽ ടു എത്രയാ? 0. തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം PE സൈൻ 0 എന്നല്ലേ വരിക. സൈൻ 0 0 ആണ്. അപ്പോൾ ആ കേസിൽ ടോർക്കും 0 ആണ്, ഫോഴ്സും 0 ആണ്. ടോർക്കും ഫോഴ്സും 0 ആണെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കും. അത് നീങ്ങൂല്ല, കറങ്ങൂല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നോക്കാം നമുക്ക്. ഒരു ഡൈപോളിനെ നമ്മൾ ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസും. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് P വരുന്നത്. ആ Pയും Eയും തമ്മിലുള്ള ആംഗിൾ എത്രയാ വരിക? ആ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ PE സൈൻ 90. സൈൻ 90 1 ആണ്. സൈൻ 90 1 ആണെങ്കിൽ അതാണ് മാക്സിമം വാല്യൂ. ഫോഴ്സോ 0. ഈ കേസിൽ അത് നീങ്ങുമോ? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടോ? ഇല്ല. ടോർക്ക് ഉണ്ടോ? ഉണ്ട്. കറങ്ങോ? കറങ്ങും. അപ്പോൾ അത് കറങ്ങിയിട്ട് ഇങ്ങനെ 0 ആവണ കേസിൽക്കാണ് വരും. ടോർക്ക് 0 ആക്കണ കേസിൽക്കാണ് വരിക ചെയ്യാം. ഇനി ഈ ഡൈപോള് ഇങ്ങനെയാണെന്ന് കരുതുക. ഇവിടെ പ്ലസും
ഇവിടെ മൈനസുമാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് പി വരിക. ഈ പിയും ഇയും തമ്മിലുള്ള ആംഗിള് നേരെ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ആംഗിൾ വരിക 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആണെങ്കിൽ ടോർക്ക് എത്രയാ? 0. കാരണം പി ഇ സൈൻ 180 0 ആണ്. ഫോഴ്സ് ഉണ്ടോ? ഇല്ല. കറങ്ങുമോ? ഇല്ല. നീങ്ങുമോ? ഇല്ല. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു നേരെ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ആംഗിളിലാണ് വെച്ചതെങ്കിൽ അത് ടോർക്ക് കാരണത്താലാണ് കറങ്ങും. അത് കറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കും. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഒരു ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ നോ എക്സ്പീരിയൻസ് ഓഫ് ഫോഴ്സ്, ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക് ആൻഡ് ഇതാണ് പറയേണ്ടത്, ഇറ്റ് ട്രൈസ് ടു അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇറ്റ് ട്രൈസ് ടു അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ കാര്യം ഓർത്തു വെക്കണം. ഇതാണ് നമുക്ക് ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി ഇത് നോൺ യൂണിഫോം ആണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഫോഴ്സും ഉണ്ട്, ടോർക്കും ഉണ്ട്, നീങ്ങുകയും ചെയ്യും, കറങ്ങുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ. നോൺ യൂണിഫോം ആണെങ്കിൽ നോക്കൂ, നിങ്ങൾ പാരലൽ ലൈൻസ് വരക്കാൻ കഴിയില്ല, ഇങ്ങനെ വരക്കണം. അപ്പോൾ ഞാനൊരു നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെക്കുകയാണ്. ഇതാണ് -q, ഇതാണ് +q. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെയാണല്ലോ ക്രൗഡഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുമ്മ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. അതാരാ? QE1. ഇനി ഞാൻ ഈ +q ഇവിടെയാണെങ്കിൽ ഇതിലുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണ്, അത് QE2. ഇതിൽ E1 കൂടുതൽ. E1 ആണ് കൂടുതലെങ്കിൽ അതിനൊരു ഫോഴ്സ് ഇങ്ങോട്ടാ കിട്ടുക. അപ്പോൾ ആ ഡൈപോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും. അതിനോടൊപ്പം തന്നെ അത് കറങ്ങുകയും ചെയ്യും, നീങ്ങും ചെയ്യും, കറങ്ങും ചെയ്യും. ഇതാണ് നമുക്ക് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഡൈപോളിന് സംഭവിക്കുന്നത്. ഫോഴ്സുമുണ്ട്, ടോർക്കുമുണ്ട്. അപ്പോൾ ഡൈപോളിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ തീർന്ന് ഡൈപോളിൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ പറയാനുള്ളത് ഫ്ലെക്സിനെ കുറിച്ചാണ്. ഫ്ലെക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ ഫോഴ്സ് പെട്ടെന്ന് കിട്ടും. ഇതാണ് ഒരു റിലേഷൻ വരുന്നത്. ശരിക്കും ഇതിൻ്റെ റിലേഷൻ ഗോസ് തിയറം ഉപയോഗിച്ചാൽ ഫ്ലെക്സ് കിട്ടും, ഫ്ലെക്സ് കിട്ടിയാൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ ഫോഴ്സ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ ഫോഴ്സ് കിട്ടാനുള്ള ഇക്വേഷൻ F = QE ആണ്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെക്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം അറിയണം, സോളിഡ് ആംഗിൾ. പണ്ട് നമ്മൾ സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് ഒക്കെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ പഠിച്ചിരുന്നു. നമ്മൾ ആദ്യം കേട്ടിരുന്നത് പ്ലെയിൻ ആംഗിളാണ്. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു സർക്കിള് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് ഉണ്ടാക്കുന്ന, ഇവിടുത്തെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിനാണ് നമ്മളിവിടെ ഒരു പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞിരുന്നത്. ഈ പ്ലെയിൻ ആംഗിളിൽ കാണാനൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, θ = ആർക്ക് ലെങ്ത്. ഇതൊരു DL ആണെങ്കിൽ, റേഡിയസ് R ആണെങ്കിൽ നമുക്ക് തീറ്റ പ്ലെയിൻ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണ്. ഇതിൻ്റെ SI യൂണിറ്റ് റേഡിയൻ ആണെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സോളിഡ് ആംഗിളാണ്. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോണ് രൂപത്തിലുള്ള ഒരു പാർട്ട് എടുത്താൽ ആ കോണിൻ്റെ അകത്തുണ്ടാക്കുന്ന 3 ഡയമെൻഷണൽ ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. DOM എന്നാണ്
ആ സോളിഡ് ആംഗിളിൽ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയയാണ് ഡി എസ് എങ്കിൽ ഈ വരുന്ന ദൂരം അതിൻ്റെ റേഡിയസുമാണെങ്കിൽ നമുക്ക് സോളിഡ് ആംഗിള് കാണാനുള്ള ഇക്വേഷൻ ഡി ഓം ഈക്വൽ ടു ലെങ്ത്തിന് പകരം ഇവിടെ ഏരിയയാണ് വരിക, ഡി എസ് ഡിവൈഡഡ് ബൈ ഈ റേഡിയസിൻ്റെ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ കാണുക. ഇതിൻ്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ ആണെന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്ക് ഫ്ലെക്സ് കാണുന്ന സമയത്ത് ആവശ്യമായി വരുന്ന ഒരു സംഗതി തന്നെയാണ് സോളിഡ് ആംഗിൾ. പക്ഷെ ഒരിക്കലും തന്നെ നമുക്ക് പബ്ലിക് എക്സാമിനത് ചോദ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ ടെക്സ്റ്റിലുള്ള കാര്യം നമ്മളൊന്ന് അറിഞ്ഞിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അറിയേണ്ടത് ഏരിയ വെക്ടറിനെ കുറിച്ചാണ്. ഏരിയ വെക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലെക്സ് കാണണമെങ്കിൽ ഏരിയ വെക്ടർ നന്നായി മനസ്സിലാക്കണം. ഇവിടെ ഏരിയ വെക്ടറാണോ സ്കേലാറാണോ? മുമ്പ് നമ്മൾ കണ്ടത് വെച്ചിട്ട് നമുക്കറിയാവുന്നത് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഏരിയയെ ട്രീറ്റ് ചെയ്യുന്നത് വെക്ടറായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഏരിയ വെക്ടറായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏരിയ നമ്മളൊരു വെക്ടറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡയറക്ഷൻ പറയേണ്ടി വരുമല്ലോ. അതിൻ്റെ ഡയറക്ഷൻ വരുന്നത് നമ്മൾ ഏത് സർഫസ് ആണോ എടുക്കുന്നത് ആ സർഫസിൽ നിന്ന് നോർമലി ഔട്ട്വേർഡ് ആയിരിക്കും. ഏത് സർഫസ് ആണോ നമ്മൾ നോക്കുന്നത് ആ സർഫസിൽ നിന്നും നോർമലി ഔട്ട്വേർഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട് എന്ന് കരുതുക. ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ നോർമലി ഔട്ട്വേർഡ് ആയിരിക്കും. ഞാൻ വേറെ കുറച്ച് ഏരിയകൾ കാണിക്കാം. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ബോഡി ഉണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്താൽ ഈ ഏരിയ വെക്ടർ നോർമലി ഔട്ട്വേർഡ് ആണ്. ആ വെക്ടറിനെ ഞാൻ വെക്ടർ ഡി എസ് എന്നോ അല്ലെങ്കിൽ വെക്ടർ ഡി എ എന്നോ കാണിക്കും. അതിൻ്റെ സിമ്പൽ വരിക വെക്ടർ എ അല്ലെങ്കിൽ വെക്ടർ എസ്. ഇതിലേതെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് വരും. അപ്പോൾ ചെറിയ ഏരിയ ആയതുകൊണ്ട് ഞാൻ ഡി എസ് എന്നെടുത്തു. അതേപോലെ ഇവിടെ ഒരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നോർമലി ഔട്ട്വേർഡ് ആണ് വെക്ടർ വരിക. ഇവിടെ ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്താൽ ആ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ നോർമലി ഔട്ട്വേർഡ് ആണ്. നമുക്ക് ഇനി മുന്നോട്ട് ചെയ്തു പോകുന്ന സമയത്ത് വരുന്ന ഒരു പിക്ചർ ഇങ്ങനെയാണ്. ഒരു സിലിണ്ടർ, ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഇവിടുത്തെ ഏരിയ വെക്ടർ നോർമലി ഔട്ട്വേർഡ്, ഇവിടുത്തെ ഏരിയ വെക്ടർ വരുന്നത് നോർമലി ഔട്ട്വേർഡ്, ഇവിടുത്തെ ചെറിയ ഏരിയ വെക്ടർ വരുന്നത് നോർമലി ഔട്ട്വേർഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻസ് കാണിക്കുന്നത്. ഏരിയ വെക്ടർ നമുക്ക് ആവശ്യമായി വരുന്നത് ഫ്ലെക്സിൻ്റെ കേസിലാണ്. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് നോക്കാം. ഇലക്ട്രിക് ഫ്ലെക്സ്. ഇലക്ട്രിക് ഫ്ലെക്സ് എന്നുള്ളത് ആർക്കും പറയാം. എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് മാത്രമല്ല, മാഗ്നറ്റിക് ഫ്ലെക്സ് പറയാം, വാട്ടർ ഫ്ലെക്സ് ഒക്കെ പറയാം. അപ്പോൾ നമുക്ക് ആ ഇലക്ട്രിക് ഫ്ലെക്സ് മനസ്സിലാക്കുന്നതിന് മുമ്പ് വാട്ടർ ഫ്ലെക്സ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് വാട്ടർ ഫ്ലെക്സ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു റിങ് വെച്ച് കഴിഞ്ഞാൽ ആ റിങ്ങിനകത്തുകൂടെ എത്ര വെള്ളം കടന്നുപോയി എന്നുള്ളതാണ് വാട്ടർ ഫ്ലെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇതേ റിങ്ങിനെ തന്നെ
ഇതേ വാട്ടറിൽ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ആ റിങ് വെച്ചതെങ്കിൽ വെള്ളം ഇങ്ങനെയാ പോയത്, ആ റിങ്ങിൻ്റെ അകത്ത് കൂടെ വെള്ളം കടന്നു പോയിട്ടില്ല. ഇവിടെ ഫ്ലക്സ് 0 ആണ്. അപ്പം അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് ഫ്ലക്സിൽ മാറ്റം വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഓറിയൻറ്റേഷൻ സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഏരിയനെ ഒരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഏരിയ വെക്ടർ. ഇവിടെ വരുന്നത് ഏരിയ വെക്ടർ ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ആ ഫ്ലെക്സ് കാണുമ്പോൾ, ഏത് ഫ്ലെക്സ് കാണുകയാണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലെക്സ് നോക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഏരിയയിലൂടെ എത്രമാത്രം കടന്നുപോയി എന്ന് കാണിക്കുന്നതിനാണ് ഇലക്ട്രിക് ഫ്ലെക്സ്. അപ്പോൾ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു റീജിയൻ കൺസിഡർ ചെയ്യാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്കിൽ നമ്മളിവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ്. അതിനകത്തൂടെ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ മാത്രമാണ് കടന്നുപോയത്. അപ്പോൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നുപോയി നോർമലി, അതിനകത്തുകൂടെ കടന്നുപോയ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണത്തിനെയാണ് ഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എൻ ഏരിയ നോർമലി. ആരാണ് ഇലക്ട്രിക് ഫ്ലെക്സ്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എൻ ഏരിയ നോർമലി. എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നുപോയി എന്ന് കാണണം. ഈ ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ സിമ്പല് ഫൈ ആണ്. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ സിമ്പല് ഫൈ ആണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലെക്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തു. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഏരിയ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ്. ഇങ്ങനെ ചെരിഞ്ഞിട്ടാണെന്ന് കരുതുക. ഇതിൽ തന്നെ ഒരു ചെറിയ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന അതിൻ്റെ ഏരിയ വെക്ടർ നോർമലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ചെറിയ വെക്ടർ ഡി എസ്. ആ ഇലക്ട്രിക് ഫീൽഡും ഡി എസും തമ്മിലുള്ള ആംഗിളാണ് ആര്? തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഡി എസിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഡി എസ് കോസ് തീറ്റ ആയിരിക്കും. അപ്പോൾ ആ ഡി എസ് കോസ് തീറ്റയിലൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോണത്, പാസിംഗ് ത്രൂ ദ ഏരിയ നോർമലി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈന് കടന്നു പോകുന്ന ഏരിയ ഏതാ? ഡി എസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഫ്ലെക്സ്, അതിലൂടെ പോകുന്ന ചെറിയ ഫ്ലെക്സ് ഡി ഫൈ, ചെറിയ ഫ്ലെക്സിനെയാണ് ഞാനെന്ത് വിളിച്ചത്? ഡി ഫൈ. ആ ചെറിയ ഫ്ലെക്സ് എന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദ ഏരിയ അലോങ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡി എസ് കോസ് തീറ്റ. ഇതിനെയാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. ഇത് ചെറിയ ഫ്ലെക്സ് ആണെങ്കിൽ ഇതിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലെക്സ് കാണണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്ലെക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ് വരിക. കോസ് തീറ്റ ആണെങ്കിൽ ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. അപ്പോൾ ഫ്ലെക്സ് കാണാനുള്ള ഇക്വേഷനാണ് ഫൈ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഫ്ലെക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് വരിക. ഇതാണ് ഫ്ലെക്സ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്കിത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അറിയണം.
ഒന്ന്, ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം മീൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം യൂണിഫോം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പാരലൽ മാത്രമല്ലാത്തൊരു കേസ് വരും. അതുകൊണ്ടാണ് ഞാൻ അവിടെ കോൺസ്റ്റന്റ് എന്ന് എഴുതിയത്. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഈനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാൻ പറ്റും. അത് പുറത്തെടുത്താൽ ഫ്ലെക്സ് ഈക്വൽ ടു ഇ ഡോട്ട് ഇൻ്റഗ്രൽ ഡി എസ് എന്നാണ് വരിക. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഇ ഡോട്ട് എസ് എന്നാണ്. അല്ലെങ്കിൽ ഇ എസ് കോസ് തീറ്റ എന്നെഴുതാം. അപ്പോൾ എന്തായിരുന്നു ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ആ ഈ കോൺസ്റ്റന്റ് ആണെങ്കിലോ ഇ എസ് കോസ് തീറ്റ. ആരാ തീറ്റ? ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് എസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആവണ ഒരുപാട് കേസുകൾ വരും. ആ കേസിലൊക്കെ ഇ എസ് കോസ് തീറ്റയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്ര മാത്രമാണ്. എപ്പോഴാണ് നമ്മൾ ഫ്ലെക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് ഉപയോഗിക്കുന്നത്? അത് ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് അല്ലെങ്കിലാണ്. എപ്പോഴാണ് നമ്മൾ ഫ്ലെക്സ് ഈക്വൽ ടു ഇ ഡോട്ട് എസ് എന്ന് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഇ എസ് കോസ് തീറ്റ എന്ന് ഉപയോഗിക്കുന്നത്? അത് ഫ്ലെക്സ് എന്താവുമ്പോഴാണ്? ഇലക്ട്രിക് ഫീൽഡ് എന്താവുമ്പോഴാണ്? കോൺസ്റ്റന്റ് ആവുമ്പോഴാണ്.